3-3.5 ടണ്ണോളം വെയിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഇതായി പൊന്തിച്ച് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ആപ്പയുടെ എഞ്ചിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എക്സ്കവേറ്ററും അതുപോലെ ലോഡറൊക്കെ കണ്ടു. അപ്പൊ ഇന്ന് നമ്മളൊരു കിഡിലൻ മെഷീനാണ് കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ കണ്ട 3-3.5 ടണ്ണ് പൊന്തിച്ച് നിർത്തിയിട്ടുള്ള മെഷീൻ ഉണ്ടാക്കിയ ആളാണ് നമ്മളെ കൂടെ ഉള്ളത്, നമ്മളെ വിമൽ ഭായ്. ഞാൻ ഇന്നുള്ളത് നമ്മളെ തൃശ്ശൂര് ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ വ്യാവസായികമായിട്ട് വാങ്ങിക്കാൻ ചെന്ന് ലക്ഷങ്ങളാണ് വില. അപ്പൊ ആ മെഷീനെയാണ് ഇദ്ദേഹം വളരെ ചെലവ് കുറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ വിമൽ ഭായ്, ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടാക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ്? ഇത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രെയിനുകൾ ഹൈഡ്ര അങ്ങനെയുള്ള ക്രെയിനുകളൊക്കെയാണ്. അപ്പൊ 360 ഡിഗ്രി സ്വിംഗ് ചെയ്യാൻ പറ്റില്ല വെയിറ്റ് എടുത്തതിന് ശേഷം. അപ്പോൾ വെയിറ്റ് എടുത്ത് 360 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ടാണ് മെഷീൻ. അതായത് ഇപ്പൊ നമുക്ക് നിലവിൽ ഈ ലിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്രെയിനുകൾ ഉള്ളതിനൊന്നും തിരിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവരുണ്ടാക്കിയ മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാല്, ഞാൻ ഇതൊക്കെ പൊന്തിച്ചെടുത്ത് ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരിക്കുന്നു. അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിനാണ് എന്ത് പ്രത്യേകത? ഇതിന് ഉപയോഗിച്ചുള്ള എഞ്ചിൻ എന്തിന്റെ എഞ്ചിനാണ്? ഇതിൽ 7.5 HP ആപ്പയുടെ എഞ്ചിനാണ് ഇരിക്കുന്നത്. ആപ്പയുടെ എഞ്ചിനാണ്. അപ്പൊ അതിലാണ് ഈ ഹൈഡ്രോളിക്കും കാര്യങ്ങളൊക്കെ ഓടുന്നത്. കൂടാതെ നമ്മൾ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാ ഇതിന്റെ ടയർ. സാധാരണ നമ്മൾ ഈ എക്സ്കവേറ്ററും JCBയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ കണ്ടില്ല. JCB ആണെങ്കിൽ ടയർ ആയിരിക്കും, എക്സ്കവേറ്റർ ആണെങ്കിലും ചെറിയ മിനി എക്സ്കവേറ്റർ ഒക്കെ ആണെങ്കിൽ ചെയിൻ ആയിരിക്കും. അപ്പൊ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ടയർ, ആ ടയർ ഒരുമാതിരി ബാഹുബലി സ്റ്റൈലാണ് അല്ലെ? അതെന്താ ഇങ്ങനത്തെ ഒരു ടയർ ഉപയോഗിക്കാനുള്ള കാരണം? ഇത് ഒന്നാമത് ചെയിൻ ആകുമ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു സോളിഡ് വീലാണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു വീലാകുമ്പോ നമുക്ക് ഒരു കാലത്ത് അതിന് ഡാമേജ് വരില്ല. അത് ഈ മെഷീന് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ട്? ഇത് ഏകദേശം 9 ടണ്ണിന്റെ അടുത്ത് വെയിറ്റ്. 9 ടണ്ണ് വെയിറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഈ ആപ്പയുടെ എഞ്ചിൻ കൊണ്ട് തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതായത് 9 ടൺ വെയിറ്റ് ഉള്ള ഈ മെഷീനും 3 ടൺ പൊന്തിച്ചിട്ട് നിൽക്കുന്ന ഈ സംഭവം കൂടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു എഞ്ചിനിൽ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അപ്പോ പരമാവധി ടെക്നോളജി നമ്മളെ കോസ്റ്റ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനെ മേക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ മെഷീന്റെ ബാക്കി കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ മേലെ നോക്കി കഴിഞ്ഞാല് കുറെ ലിവറുകളാണ്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിലെ ഓരോ ഫംഗ്ഷനുകൾക്ക് ഇതിൽ 2 ബൂമുകളുണ്ട്. ഈ 2 ബൂമുകൾക്ക് പിന്നെ 360 ഡിഗ്രി സ്വിംഗ് ചെയ്യാനായിട്ട്, പിന്നെ മെഷീൻ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകാൻ, പിന്നെ നമ്മൾ ഇത്രയും സോളിഡ് ആയിട്ടുള്ള വീലുകളായതുകൊണ്ട് ഇത് നമുക്കൊരു സ്റ്റിയറിംഗ് സിസ്റ്റം ആവശ്യമാണല്ലോ. അപ്പൊ നമുക്ക് വളച്ചെടുക്കാനൊക്കെ ഒരു സ്റ്റിയറിംഗ്, ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ടതാണ് ഈ മെഷീന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇതാർക്കും വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ആവശ്യം ഇതുപോലത്തെ ഒരു മെഷീനാണ്, നിങ്ങൾ എന്താണ് ആവശ്യം എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കൊട്ടേഷൻ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ട് തരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോന്റെ കമന്റിൽ ഇടുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.